അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷയായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിന് നമ്മൾ കിട്ടും. നമ്മളെന്തായാലും കുറേ സ്വപ്നം കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടീൻ്റെ ഉള്ളിലും എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടൂല എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ മോളൊരു കാര്യം, ഇതിൽ ഏറ്റവും വലിയൊരു വിഷമം വന്ന എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്തു. എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മാർക്കിൽ നിൽക്കുമ്പോൾ ഇതുവരേക്ക് എന്തിനു പറയണം, നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരേക്ക് അന്ന് വരേക്ക് നമ്മളെല്ലാവരും സ്വപ്നം കണ്ടു നമുക്ക് എന്തായാലും കിട്ടുമെന്ന് തന്നെ. പക്ഷേ ആ ദിവസമാണ് ഇതെല്ലാവരും പാരൻസിനോടാണെങ്കിലും പാരൻസ് നാട്ടുകാരോടാണെങ്കിലും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വർഷം നമുക്ക് കിട്ടുമെന്നുള്ളത്. ആ കിട്ടുമെന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു ഫാക്ടർ. അവസാന മൊമെൻറ്റിലാണ് ഒരൊറ്റ നേരം കൊണ്ട് നമ്മൾ അത്രയും നേരം കണ്ട സ്വപ്നങ്ങളെല്ലാം ഇല്ലാണ്ടായിപ്പോയി. നമ്മുടെ മനസ്സിന് അതിൽ നിന്ന് പാകപ്പെടാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഇപ്പം എടുക്കുന്ന ഡിസിഷൻ തെറ്റാണ്. ഒരിക്കലും മോൾ ഈ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കരുത്. എന്നാൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാ രീതിയിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സമയമാണ്. കാരണം നമ്മളിപ്പോൾ വൈകാരികമായിട്ട് എടുക്കുന്നൊരു തീരുമാനം, നമ്മളൊരു പക്വത ഇല്ലായ്മ ഒരു തീരുമാനമായിരിക്കും ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ എന്നാൽ പിന്നെ BDS എടുക്കട്ടെ, ഇനി അതല്ല ചിലപ്പോൾ കുറച്ച് പേര് ഞാൻ റിപ്പീറ്റ് ചെയ്യണം, ഇപ്പോൾ ഒന്നും നിങ്ങൾ തീരുമാനം ഒരു 2 ദിവസവും കൂടെ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക. മോൾ ഉറപ്പായിട്ടും ഒരു 2 ദിവസവും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മോൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഞാൻ പറയാം, വൈകാരികമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഇപ്പോൾ കണ്ണ് നനയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ ഇന്നിപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്? ഒരിക്കലുമല്ല. 519 മാർക്ക് എന്ന് പറയുമ്പോൾ 526 മാർക്കോളം കട്ട് ഓഫ് ആവും നമ്മളൊക്കെ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ കറക്റ്റായിരുന്നെങ്കിൽ ധൈര്യത്തോടു കൂടി ഇപ്പോൾ എല്ലാവരുടെ കൂടെ സന്തോഷിച്ചിരിക്കാൻ പറ്റുമായിരുന്നു. ഇത് മോളെ പോലെ കുറേ ആൾക്കാരുണ്ട്. എന്തിനു പറയണം, ഒരു 490 മാർക്കിന് മുകളിലേക്ക് ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ വരെ എക്സാമിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ തന്നെയായിരുന്നു എല്ലാവരും. എൻ്റെ കുഞ്ഞ, ഇതേപോലെ ഇരിക്കുന്ന പല കുട്ടികളും നമുക്കിടയിലുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് നമുക്ക് ഇത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കരുത്. ഇപ്പം തന്നെ ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സൊന്ന് പാകപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? എന്നെ ഫോണിൽ ആദ്യം വിളിച്ച സമയത്ത് എന്താ പറഞ്ഞത്? ഉമ്മ സംസാരിച്ചിരുന്നു എൻ്റെ അടുത്ത്. ഉമ്മ പറഞ്ഞൊരൊറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മോള് എക്സാമിൻ്റെ മാർക്ക് അറിഞ്ഞു, റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. എന്തിനാണ് നമ്മളങ്ങനെ ഇരിക്കുന്നത്? പാരൻസ് എത്രത്തോളം ടെൻഷൻ ആവുന്നുണ്ടെന്ന് അറിയോ? സത്യം പറഞ്ഞാൽ മോളുടെ ഉമ്മ സംസാരിക്കും, ഉമ്മ കരയാണ്. ഇതുപോലെ തന്നെ വാപ്പ, ഞാൻ വിചാരിച്ചു വാപ്പ ബോൾഡായിട്ടായിരിക്കുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഒന്ന് കാണാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാന മൊമെൻറ്റിൽ വാപ്പ അങ്ങോട്ട് കരഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മക്കും വാപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇവരും അത്രത്തോളം ഒന്നും സെറ്റല്ല. എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ തന്നെ മോള് എന്തായാലും ഒരു വർഷം കഷ്ടപ്പെട്ടത് ഉമ്മയും പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് നന്നായിട്ട് മോളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് എല്ലാ ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇപ്പം എടുക്കുന്ന തീരുമാനം എല്ലാം ശരി, ഇപ്പം എടുക്കുന്ന തീരുമാനം ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല. ഒന്നും കൂടെ ആലോചിക്കുക. ഞാൻ പറയാം, 2 ദിവസം എല്ലാം ഒന്ന് മാറ്റി വെച്ച് എനിക്കറിയാം, അതായത് എൻ്റെ കുട്ടികളെ കണ്ടിട്ട് എനിക്കറിയാം, ഇവിടുത്തെ മക്കളെ കണ്ടിട്ടും എനിക്കറിയാം, മോളെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ശരിയാ, കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വേദന വരുന്നുണ്ട്. ഈ വേദന ഇത്രയും കൂടാൻ കാരണം നമ്മളെ മനസ്സ് അതുമായിട്ടൊന്നും സെറ്റായിട്ടില്ല. ആദ്യമേ എക്സാം കഴിഞ്ഞ് നമ്മൾ ഇത്രയും കട്ട് ഓഫ് ഒന്നും ആവില്ല, കട്ട് ഓഫ് കൂടുതലായിരിക്കും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു 530 540 കിട്ടുമെന്നൊക്കെ നമ്മുടെ മനസ്സ് അന്നേ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കിട്ടൂല എന്നുള്ള രീതിയിൽ നമ്മളിപ്പം കൊണ്ട് പാകപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ വരെ നമ്മൾ ഉറപ്പായിട്ടും മനസ്സിൽ ചിന്തിച്ച് ഞാൻ എന്തായാലും MBBS എത്തും. പറയുന്ന ആളുകളോട് മൊത്തം പറഞ്ഞു, നമ്മളെ സർക്കിളിലുള്ള എല്ലാ ആളുകളും അറിഞ്ഞു. ഇതൊക്കെ ഇപ്പം നമ്മുടെ വിഷമമുണ്ട്. എങ്ങനെ ഞാനിനി ഇതൊക്കെ മാറ്റി പറയാം? വീട്ടിനടുത്തവരൊക്കെ കാണുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. എന്തിനു പറയണോ? ചിലപ്പോൾ നമ്മളെ വീട്ടിൽ കേക്ക് കട്ടിങ് വരെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ കിട്ടുമെന്നുള്ളൊരു ഉറപ്പിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഇത്രയും ദിവസം സന്തോഷത്തോടു കൂടി തന്നെ പോയ ആളുകളാണ്. ഇതൊക്കെ അറിയാം. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഇപ്പം ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനത്തിന് 2 ദിവസം കൂടെ കാക്കുക. 2 ദിവസം കൂടെ കഴിയുമ്പോൾ മോൾ കുറച്ചും കൂടെ വൈസായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ മോളെ മനസ്സ് പാകപ്പെടും. പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ, പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, എനിക്കറിയാം ഉമ്മ പാപ്പ സംസാരിച്ചത് എങ്ങനെയാണ്. നമ്മൾ കരയല്ലേ, കരഞ്ഞിട്ടല്ല നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. എന്നാൽ ഞാൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളിപ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം കറക്റ്റായിട്ടൊന്ന് കേൾക്കണം. നമുക്ക് മുന്നിൽ 2 തീരുമാനം. ഈ 2 തീരുമാനത്തിൽ നമുക്ക് എന്തോ എടുക്കാം. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോൾക്ക് ഒന്നുകിൽ മനസ്സുണ്ട് ഈ സാധനമൊക്കെ വിട്ടിട്ട്, അതായത് ഒരു വർഷം അത്രയും കഷ്ടപ്പെട്ടല്ലേ, നമ്മളെ കൂടെ തന്നെ ഉള്ളത് ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഷ്ടപ്പെട്ട കുട്ടികളും ഉണ്ടാവും.
എല്ലാവരും ഇതേ അവസ്ഥയിലുള്ളത്. ഇതൊക്കെ വിട്ടിട്ട് മറ്റൊരു കോഴ്സിലേക്ക് പോകാൻ പറ്റുമെന്ന് മനസ്സ് ഉറപ്പായിട്ടും പറയുന്നുണ്ടെന്നാണെങ്കിൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട. മോൾ എന്തായാലും ശരി മറ്റൊരു കോഴ്സിന് പോകാൻ തയ്യാറാവുക. എന്നാൽ മനസ്സുകൊണ്ട് നമുക്കത് സെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ 1, 2, 3 തവണ ചിന്തിച്ചു ഞാൻ എടുക്കുന്ന ഡിസിഷൻ ശരിയാണെന്ന് നമുക്ക് തോന്നുകയാണ്. ഞാൻ വീണ്ടും പറയും, ഇന്നല്ല കേട്ടോ, 2 ദിവസം ആലോചിച്ചോ, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും മോൾ എന്ത് ചെയ്യുക, മറ്റൊരു കോഴ്സിലേക്ക് ചിന്തിക്കുക. ഇനി അതല്ല, നമ്മളെ കൊണ്ട് നമ്മൾക്ക് പറ്റുന്ന ഉറപ്പുണ്ടെന്നാണെങ്കിൽ, 1 വർഷവും കൂടെ ഞാൻ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്ന് ഉറപ്പുണ്ടെന്നാണെങ്കിൽ മോൾ എന്താ ചെയ്യേണ്ടത്? പാരൻസിനോടും കൂടെ സംസാരിച്ച് അവർക്കും കൂടെ അത് റെഡിയാണെങ്കിൽ ഞാൻ 100% പറയും, ഇങ്ങ് പോര്, വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ എവിടെയും മോൾ ആലോചിക്കേണ്ട, മോൾ ഇങ്ങ് പോന്നു, ഇവിടെ ഞങ്ങൾ നോക്കിക്കോളും. കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ഓരോരോ ആളുകളെയും മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കാനും എനിക്ക് പറ്റും. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവർക്കും അത് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾ പലപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് പോലും 1 ദിവസം വീട്ടിലേക്ക് പോയി വന്ന ആളുകളുണ്ട്. ഇന്നും നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടും നല്ല മാർക്ക് കിട്ടിയവരുണ്ട്, ചെറിയ മാർക്കിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവർ ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയും? ആ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ കുട്ടികളും തമ്മിലുള്ള ബന്ധം തന്നെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മോളെ പേരെടുത്ത് വിളിക്കാൻ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും, മോളെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. മോൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. ഉറപ്പായിട്ടും വീണ്ടും ഞാൻ പറയാം, ഇന്ന് ഇവിടെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഇന്ന് ഇവിടുന്ന് അഡ്മിഷൻ എടുത്ത് പോകുമൊന്നും വേണ്ട. മോൾ ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുത്താൽ മതി. 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് തീരുമാനം എടുത്താൽ മതി. അഥവാ മോൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ സൂപ്പർ ബാച്ചിലേക്ക് കയറാം. സൂപ്പർ ബാച്ചിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചാപ്റ്റേഴ്സൊക്കെ തീർക്കും. ആ ചാപ്റ്റേഴ്സൊക്കെ തീർത്തിട്ട് നമ്മൾ നവംബറൊക്കെ ആകുമ്പോൾ ആദ്യത്തെ സീരീസ് തുടങ്ങും. വീണ്ടും അത് കഴിഞ്ഞ് ജനുവരി ആകുമ്പോൾ അടുത്ത സീരീസ് തുടങ്ങും. ഇത് കഴിഞ്ഞ് ഒരു ഫെബ്രുവരി ഒരു പാതിയൊക്കെ ആകുമ്പോൾ മുതൽ നമ്മൾ മോഡൽ എക്സാംസ് തുടങ്ങും. അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടാവുക. ഒരു കാര്യം മാത്രം, ഇത് JPCൻ്റെ ഉറപ്പാണ്, ഇതെൻ്റെ വാക്കാണ്, മോൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സ്പീരിയൻസിനേക്കാളും ഒരു ഇൻഡിവിജ്വൽ കെയറും ഒരു സപ്പോർട്ടും കിട്ടിയിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അതിനു മുന്നേ നമ്മളിതിലൊക്കെ സെറ്റാണോ, നമ്മൾ മൈൻഡ് കൊണ്ട് ഓക്കെ ആണോ എന്ന് ആലോചിക്കുക. ഞാനൊരു സത്യം പറഞ്ഞു തരട്ടെ, ഞാൻ BDS എടുത്ത ഒരാളാണ്. ഇന്നും ഇടയ്ക്കെങ്കിലും, ഞാൻ 2009 പഠിക്കാൻ പോയ ഒരാളാണ്. ഇങ്ങോട്ടേക്ക് ചിന്തിക്കുമ്പോൾ 16 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ പോലും ഇല്ലേ മനസ്സിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഒന്നും കൂടെ തിരിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ 1 വർഷവും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ എൻ്റെ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ BDSും വിട്ടിട്ട് ഞാൻ MBBSലേക്ക് പോയാനെ. ഇന്ന് പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ റിഗ്രഷൻ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും തോന്നാറുണ്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ, പേരിനൊപ്പം MBBS ആയിരുന്നെങ്കിൽ എന്തോരം സുഖം ഉണ്ടാവുമായിരുന്നെന്ന്. അപ്പോൾ നാളെ ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. പല കുട്ടികളും, ചില ആൾക്കാർ അതിൽ നിന്നൊക്കെ മാറി ലൈഫിൽ അടിപൊളി സെറ്റായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എൻ്റെ ലൈഫിൽ ഞാൻ ഈ കോഴ്സ് എടുക്കാൻ റെഡിയാണ്, അതുവഴി ഞാൻ ഇങ്ങനെ സെറ്റാവും, ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ മോൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇനി 1 വർഷം ഞാൻ മറ്റു കോഴ്സിന് പോയിട്ട് അതിൻ്റെ കൂടെ പഠിക്കട്ടെ, അങ്ങനെയൊക്കെ ചിന്തിക്കും. അത് വെറുതെയാണ്. ഞാൻ പറയാം, ചിലപ്പോഴൊരു 1000-ൽ 1-2 പേർക്ക് കിട്ടുന്നുണ്ടാവും. അത് എക്സെപ്ഷണൽ കേസാണ്. ആ ആളുകളെ കണ്ടിട്ട് ഈ വർഷം അങ്ങനെ കിട്ടിയേക്കുന്ന കുട്ടികളുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടും അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. അത് കണ്ടിട്ട് അങ്ങനെ ഡിസിഷൻ എടുക്കരുത്. അത് എക്സെപ്ഷണൽ കേസിൻ്റെ കൂടെ അല്ല, അതിൻ്റെ കൂടെ 998 പേര് കിട്ടാതെ പോയവരുണ്ട്. അപ്പം അതുകൊണ്ട് അതല്ല ആലോചിക്കേണ്ടത്. മറ്റു കോഴ്സ് എടുത്തുകൊണ്ട് പഠിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ തീർത്ത് പറയും, അതല്ല നല്ലൊരു കാര്യം. മോൾക്ക് എന്തായാലും ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുകയാണെങ്കിൽ മോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ പോരണം, മോൾ പഠിക്കണം. ഇനി അതല്ല, വേറെ ചിലപ്പോൾ കുട്ടികൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കും, എന്താ പറയുക, ഞാൻ മറ്റു കോഴ്സ് എടുക്കാൻ എല്ലാം സെറ്റാണ്, പോയി കഴിഞ്ഞിട്ട് കുറേ കരഞ്ഞുകൊണ്ടിരിക്കുക ഹോസ്റ്റലിൽ നിന്ന്. മറ്റു കുട്ടികളൊക്കെ കാണുന്ന സമയത്ത്, അയ്യോ ഞാൻ എനിക്ക് ഇതല്ലായിരുന്നു പറഞ്ഞത്, എനിക്കത് മതി, എന്നിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും ഡ്രോപ്പ് ചെയ്ത് പോരാൻ നിൽക്കുക. ഇതൊന്നും വേണ്ട. തീരുമാനം ഒരു 2-3 ദിവസത്തെ സമയം എടുത്തിട്ട് നല്ല തീരുമാനം എടുക്കുക. ഓക്കെ, ആ തീരുമാനം എപ്പോഴും ബെസ്റ്റ് തീരുമാനമായിരിക്കണം. ഞാൻ വീണ്ടും പറയാം, മക്കളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, മോളുടെ വീട്ടിലുള്ള അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പാരൻസിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കരുതേ, ഫുഡ് കഴിക്കാൻ നോക്കണം. അല്ലാതെ നമുക്ക് ആർക്കും നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ലല്ലോ. ഒരാൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ആ വേദന ഒരിക്കലും നമുക്ക് തീരുമില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും അവരുടെ അടുത്തൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അവസാനമായിട്ട് ചിലപ്പോൾ എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചതുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നീട് ഒരിക്കൽ പോലും അത് കൂട്ടിച്ചേർക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റില്ല. ശരിയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളങ്ങനെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷെ നമ്മൾ പിന്നും കുറേ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരു തവണയെങ്കിലും
എനിക്ക് എൻ്റെ ലൈഫിൽ അവരോട് ഒന്ന് അവസാനമായിട്ട് ഒന്ന് മിണ്ടാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ അത് പടച്ചോൻ്റെ തീരുമാനം, അതങ്ങോട്ട് കൊണ്ടുപോകും. അതല്ലല്ലോ ഉണ്ടായേക്കുന്നത്. ലൈഫിൽ ഒരു വർഷത്തിൻ്റെ കണക്കൊന്നും പറഞ്ഞ് ഒന്നും നഷ്ടപ്പെട്ടു പോകാനൊന്നുമില്ല. ഈ വർഷം ഇപ്പം മോൾക്ക് പോയി എന്ന് വിചാരിച്ചോ, പക്ഷെ അത് വിചാരിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, റിപ്പീറ്റ് ലൈഫിൽ ഒരു വർഷവും കൂടെ മോള് കൂടുതൽ എടുത്തെന്ന് വെച്ചിട്ട് എന്തുണ്ടാവാനാ? ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പിന്നും നഷ്ടപ്പെടുന്ന എത്ര വർഷങ്ങളുണ്ടാവും? അങ്ങനെയൊക്കെ വർഷത്തിൻ്റെ കണക്കൊന്നും ആലോചിക്കേണ്ട. ആരും മോള് ഡോക്ടറായി കഴിഞ്ഞാൽ എത്ര കൊല്ലം താത്ത റിപ്പീറ്റ് ചെയ്ത്, എത്ര കൊല്ലം ഡോക്ടർ റിപ്പീറ്റ് ചെയ്തൊന്നും ആരും ചോദിക്കൂല. അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും റിപ്പീറ്റ് ചെയ്തിട്ടാണോ ഡോക്ടറായത്, അങ്ങനെയൊന്നും ആരും ചോദിക്കൂല. അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മോളെ ഞാൻ വീണ്ടും പറയാം, മോളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. മോളുടെ ഡിസിഷൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് എന്നോട് സംസാരിച്ച ഉമ്മയും ബാപ്പയും. ഉറപ്പായിട്ടും നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് തീരുമാനം എടുക്കരുത്. തീരുമാനം മോളുടെ ഉള്ളിലാണ്. മോൾക്ക് അറിയാം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. അതിനനുസരിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണെങ്കിൽ മുന്നോട്ടേക്ക് പോകണം. അതല്ല മറ്റൊരു കോഴ്സിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പോകണം. ഞാൻ വീണ്ടും പറയാം, നമുക്ക് തീരുമാനങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ എടുക്കാവൂ. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി എന്ന് ആലോചിച്ച് നോക്കിയേ. LKG UKG അവിടെ നിങ്ങളുടേക്ക് 12 വരെ, വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റും. എത്ര വർഷമായി? 14-15 കൊല്ലം അല്ലേ? ഈ 15 കൊല്ലമായിട്ട് പാരൻസ് കാത്തിരിക്കുക. ഇപ്പോൾ ഇത് മോളുടെ ആഗ്രഹം, എൻ്റെ അടുത്ത് പാപ്പ പറഞ്ഞ് ഓർക്കുന്നുണ്ട് അപ്പാൻ്റെ വലിയ ആഗ്രഹമായിരുന്നെന്ന്. അപ്പാൻ്റെ ആഗ്രഹത്തിൻ്റെ കൂടെ നിന്നല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ ആണെങ്കിൽ അത് റിസൾട്ടാക്കി എടുക്കാൻ തന്നെ നോക്കണം. വീണ്ടും പറയാം, ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ലൈഫ് ഡിസൈൻ ആക്കിയിട്ടില്ല. നമ്മുടെ ലൈഫ് ഡിസൈഡ്, ദാറ്റ് മീൻസ് നിങ്ങൾ എന്താവണം, നിങ്ങൾ എന്ത് പ്രൊഫഷൻ ആവണമെന്ന് മോളെ തീരുമാനിക്കുന്ന വർഷം തന്നെയാണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി നാളെ മോൾക്കൊരു ഫാമിലി ഉണ്ടാവുക, മോൾക്കൊരു ഹസ്ബൻഡ് വരുന്നു, കുട്ടികൾ വരുന്നു, എല്ലാവരുടെ മുന്നിലും ഇനി ആരുടെ മുന്നിലും മോള് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെയാണ്. അതാവേണ്ട സമയമാണിത്. അപ്പം ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻ, അത് ഇനി BDS ഡോക്ടർ ആവണം, വെറ്റിനറി പോകാൻ മനസ്സ് റെഡി ആണെങ്കിൽ പോകണം. മറിച്ചല്ല എന്നാണെങ്കിൽ പാരൻസ് കാത്തിരിക്കുന്നുണ്ട്. 15 വർഷങ്ങളായിട്ട് മോളുടെ റിസൾട്ടിനായിട്ട് മോൾ എന്താവുമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുക, എന്താവുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അവൾ. ഇനി നമ്മൾ എടുക്കുന്ന തീരുമാനം, അതാണ് നമ്മുടെ പ്രൊഫഷൻ, അതാണ് നമ്മുടെ ലൈഫ്. ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക. വെറുതെ ചുമ്മാ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ വീണ്ടും പറയാം, മോളെടുത്ത തീരുമാനം ചിലപ്പോൾ മാറുന്നൊരു സമയം വരും. അതുകൊണ്ടാണ് പറഞ്ഞ് 2 ദിവസം ആലോചിക്കുക, എന്നിട്ട് വിളിക്കുക. ഉറപ്പായിട്ടും എന്നെ വിളിച്ചോ, നമുക്ക് സംസാരിക്കാം. ഓക്കെ? ആ സംസാരിക്കുമ്പോൾ എനിക്കൊരു തീരുമാനം അറിയണം. അത് മോളെടുക്കുന്ന ലൈഫിലെ മോൾ എന്താവണം എന്നുള്ള തീരുമാനം. ഓക്കെ? എന്തായാലും അടുത്ത ദിവസം വാ, ബാപ്പാനും ഉമ്മാനൊക്കെ കൂട്ടിയിട്ടും വാ, നമുക്ക് സംസാരിക്കാം. ഓക്കെ? ശരി.